Hello everyone, welcome to EduPod. എല്ലാവർക്കും മക്കളെ EduPodന്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ നമ്മൾ എസ്സേ നിങ്ങൾക്ക് +1ന്റെ ഹിസ്റ്ററി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള എസ്സേസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അവസാനത്തെ 5-8 കൊല്ലത്തെ PYQs ഒക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്തെടുത്താണ്. ഒരു 90% ഇത് മാത്രമേ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ ടോപ്പിക്കിൽ നിന്ന് എസ്സേ ചോദിച്ചിട്ടില്ലെങ്കിൽ 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ത് ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസ്സപ്പൊട്ടോമിയയുടെ എഴുത്ത് വിദ്യ ക്യൂണിഫോമിനെ കുറിച്ചിട്ട് കേട്ടോ. 8 മാർക്കും ചോദിക്കുമ്പോൾ ചുരുങ്ങിയത് നിങ്ങളൊരു 22 പോയിന്റെങ്കിലും അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ആയിട്ട് എഴുതണം. അപ്പം നിങ്ങൾ പാരഗ്രാഫ് ആക്കി തന്നെ എസ് എഴുതണം നിർബന്ധമില്ല കേട്ടോ. പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എസ് എഴുതാം, ഒരു പ്രശ്നമില്ല. പാരഗ്രാഫ് ആക്കി തന്നെ എഴുതണമെന്നില്ല, പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എസ്. പക്ഷേ 22 പോയിന്റെങ്കിലും വേണം. അപ്പോൾ ക്യൂണിഫോം എന്താ നിങ്ങൾ ആദ്യം എഴുതുക, അതായത് ക്യൂനസ് ഫോമ എന്ന 2 ലാറ്റിൻ വേർഡാണ് ക്യൂണിഫോം വന്നത്. അതേപോലെ ക്യൂണിഫോമിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആൻസേഴ്സ് ഇവിടെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആൻസർ ചെയ്ത പോയിന്റ് മാത്രമേ ഞാനിവിടെ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ യൂണിഫോം ആണെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ, അതായത് ടാബ്ലറ്റ്സ് ഓഫ് ക്ലേ, കളിമൺ ഫലങ്ങൾ ഉപയോഗിച്ചിരുന്നു. ആ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ആ ക്യൂണിഫോമിന് മുകളിൽ എഴുതിയിരുന്ന ആളുണ്ടല്ലോ, നമ്മുടെ സ്ക്രൈബ് എഴുതുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ യൂസസ്, അതിൻ്റെ ഉപയോഗങ്ങൾ, ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ക്യൂണിഫോം നിങ്ങളോട് എസ്സേ ചോദിച്ചാൽ എഴുതേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുക. ഫസ്റ്റ് ചാപ്റ്ററിന് ഇത് മാത്രമേ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ ഇതിനൊരു ഹോംവർക്ക് ഇടരുത്. 2 മാർക്ക് ക്വസ്റ്റ്യൻ, ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആയിട്ട് തരാണ്. ഇതിനൊരു ഹോംവർക്ക് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഇനി സെക്കൻഡ് ചാപ്റ്ററിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫ് അല്ലേ, അതായത് റോമൻ എംപയറിലെ, റോമൻ സാമ്രാജ്യത്തിലെ ആളുകളുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫ്, സാമൂഹിക സാമ്പത്തിക ജീവിതം. അപ്പോൾ നിങ്ങളോട് സോഷ്യൽ ലൈഫ് അഥവാ സാമൂഹിക ജീവിതം ചോദിച്ചാൽ നിങ്ങളവിടെ എന്തൊക്കെ ആഡ് ചെയ്യണം, വർക്കേഴ്സ് ലൈഫ് ഇൻ റോമിലെ തൊഴിലാളികളുടെ അവസ്ഥ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ 2 കാര്യങ്ങളാണ് ചോദിച്ചത് അല്ലേ, സോഷ്യൽ ലൈഫ് ആൻഡ് എക്കണോമിക് ലൈഫ് അല്ലേ, സാമൂഹിക ജീവിതവും സാമ്പത്തിക ജീവിതം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിച്ചോ, ഒന്ന് വർക്കേഴ്സ് ലൈഫ് ഇൻ റോമിലെ തൊഴിലാളികളുടെ അവസ്ഥ, ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, യെസ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലൈവ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കാണണം. പിന്നെ അവിടുത്തെ സ്ലേവറി, നിങ്ങൾ സോഷ്യൽ ലൈഫ് സാമൂഹിക ജീവിതം ചോദിച്ചാൽ സ്ലേവറിയും എഴുതണം, തൊഴിലാളികളുടെ അവസ്ഥയും. 2 കാര്യങ്ങൾ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, സ്ലേവറി വെച്ചാൽ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടുത്തെ ഫാമിലി സിസ്റ്റം, സോഷ്യൽ ലൈഫ് വെച്ചാൽ 3ാമത്തെ ഇതായിട്ട് നിങ്ങൾ ഇതിൻ്റെ എന്താ, ഫാമിലി സിസ്റ്റം, അതായത് അവരുടെ കുടുംബ വ്യവസ്ഥ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ അവരുടെ സോഷ്യൽ ലൈഫ് അഥവാ സാമൂഹിക ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. അപ്പോൾ ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ലൈവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്പ് വേണം, മോട്ടിവേഷൻ വേണമെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്പ് വേണം, നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ വേണമെങ്കിൽ nafi.edupod മെസ്സേജ് അയക്കുക, ഒന്ന് ഫോളോയും ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് അടുത്ത എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതാണ്, ലിറ്ററസി ആൻഡ് കൾച്ചർ, സാക്ഷരതയും അതേപോലെ തന്നെ സംസ്കാരവും. ഇത് എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ എസ്സേ ചോദിക്കും. അപ്പോൾ കൾച്ചർ ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം, ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം കേട്ടോ. അതായത് അവരുടെ പിന്നെ ബിലീഫ് സിസ്റ്റം, അവരുടെ വിശ്വാസ രീതിയെക്കുറിച്ചിട്ട്, അവരുടെ ലാംഗ്വേജ്, അവരുടെ ഭാഷയെക്കുറിച്ചിട്ട്, അതേപോലെ അവരുടെ ലിറ്ററസി, അവരുടെ പിന്നെ സാക്ഷരതയെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പിന്നെ അവരുടെ എക്കണോമിക് സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ എസ്സേ ചോദിച്ചെന്താ, സോഷ്യൽ ആൻഡ് എക്കണോമിക് സിസ്റ്റം അല്ലെ, സാമൂഹിക സാമ്പത്തിക സ്ഥിതികളാണ്. അപ്പോൾ എക്കണോമിക് സിസ്റ്റം ചോദിച്ചാൽ ഈ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യണം. എക്കണോമിക് എക്സ്പാൻഷൻ, സാമ്പത്തിക വികസനത്തെക്കുറിച്ച് എഴുതണം. അതേപോലെ തന്നെ എന്ത് എഴുതണം, അവിടുത്തെ മോണിറ്ററി സിസ്റ്റം, നാണയ വ്യവസ്ഥയെക്കുറിച്ച് എഴുതണം. അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി, ഇത് നിർബന്ധമാണ്. അവരുടെ എക്കണോമിക് സിസ്റ്റം, സാമ്പത്തിക വ്യവസ്ഥ ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ലൈവ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി 4ാമത്തെ ചാപ്റ്റർ എസ്സേ ചോദിക്കുക, ഓൾറെഡി നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, ലെഗസി ഓഫ് ഇസ്ലാം ഇൻ ദ ലേണിംഗ് ആൻഡ് കൾച്ചർ, ആർക്കിടെക്ചർ ആൻഡ് ലിറ്ററേച്ചർ. വസ്തുശില്പകലയിലും സാഹിത്യത്തിലും ഇസ്ലാമിൻ്റെ സംഭാവനകൾ വിശദീകരിക്കാനാണ് അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലിറ്ററേച്ചർ ചോദിച്ചാൽ ഈ പോയിന്റ്സ് ഒക്കെ ഇതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ലിറ്ററേച്ചർ ചോദിച്ചാൽ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ലിറ്ററേച്ചർ ചോദിച്ചാൽ ഈ പോയിന്റ്സ്, അതായത് അവരുടെ ബുക്കുകളുടെ പേര്, അത് എഴുതിയ ആളുടെ പേര്, ആ ബുക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, ആ പോയിന്റ്സ് ഒക്കെ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതിന് ഏറ്റവും സിമ്പിൾ ഈ ഒരു ടേബിൾ അങ്ങോട്ടേക്ക് പഠിക്കണം. ഈ ടേബിൾ ഓരോ ബുക്കും എഴുതിയ ആളുടെ പേരും പഠിക്കുക. പിന്നെ ആർക്കിടെക്ചർ ചോദിച്ചാൽ അവരുടെ പള്ളികളുടെ രീതി, കെട്ടിടങ്ങളുടെ രീതി, ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ച് വെക്കണം. ഇത്രയും പോയിന്റ്സാണ് നിങ്ങൾ അതിൽ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. ഇനി മെയിൻ ആയിട്ട് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ക്വസ്റ്റൻ ആണ്, അതായത് അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് 3 ഓർഡേഴ്സ് ഓഫ് ഫ്യൂഡലിസം. ഫ്യൂഡലിസത്തിൻ്റെ 3 ക്രമങ്ങൾ വിശകലനം ചെയ്യാൻ അല്ലേ. ആ 3 ക്രമങ്ങൾ ഇതൊക്കെ, ഒന്ന് ക്ലർക്കി, വൈദികരാണ് അല്ലെ, പുരോഹിതന്മാരാണ്, നൊബിലിറ്റി, പ്രഭുക്കന്മാരാണ്, പെസൻസ്, കർഷകരാണ്. ഇതായിരിക്കും മിക്കവാറും എസ്സേ ചോദിക്കാൻ ചാൻസ് കേട്ടോ. അപ്പോൾ ഇത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, 3 ആളുകളെ കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം കേട്ടോ. ഫസ്റ്റ് ഓർഡർ പുരോഹിതന്മാരെ കുറിച്ച് ചോദിച്ചാൽ അവരുടെ പ്രത്യേകത, അവർ നികുതി പിരിച്ചിരുന്നു, അത് ഇത് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയ ലൈവ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം,
കാണണം. ഡീറ്റെയിൽ ലൈവ് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കാണണം കേട്ടോ, മറന്ന് പോകരുത്. പിന്നെ അതേപോലെ തന്നെ ഈ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ സെക്കൻഡ് ഓർഡർ പ്രഭുക്കന്മാരെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ നൈറ്റ്സിനെ കുറിച്ച് എഴുതണം, പ്രഭുക്കന്മാരെ കുറിച്ച് എഴുതണം. പ്രഭുക്കന്മാരുടെ സവിശേഷത, അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു മാനോറൽ എസ്റ്റേറ്റ്, പ്രഭുക്കന്മാർ താമസിക്കുന്ന വീടിനെ വിളിക്കുന്ന പേരാണെന്ത്, മാനോറൽ എസ്റ്റേറ്റ്. ആ ഒരു കാര്യം നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇനി തേർഡ് ഓർഡർ മൂന്നാമത്തെ ക്രമം പെസൻസ്, കർഷകർ രണ്ട് തരത്തിലുണ്ട്, ഫ്രീ പെസൻസും ഉണ്ട്, അൺഫ്രീ പെസൻസ് അഥവാ അസ്വതന്ത്രരായുള്ള തൊഴിലാളികളുണ്ട്. അവരുടെ ഫീച്ചേഴ്സ് നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇത്രയും കാര്യം ആഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇനി 7th ചാപ്റ്റർ എസ്സേ ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. എന്തൊക്കെയാണ്? ഇവിടെ 4 ഹിന്റുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലേ. ഒന്നാമത്തെ എന്താ, യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹ്യൂമാനിസം, സർവകലാശാലയും മാനവികതയും, ആർട്ടിസ്റ്റ് ആൻഡ് റിയലിസം, കലാകാലന്മാരും റിയലിസവും, ആർക്കിടെക്ചർ, വാസ്തുവിദ്യ, ആസ്പിരേഷൻ ഓഫ് സ്ത്രീകളുടെ അഭിലാഷങ്ങൾ. അപ്പോൾ എസ്സേക്ക് നിങ്ങൾക്ക് ഇതേപോലെ ഹിന്റുകൾ തരും. ഓരോ ഹിന്റും നിങ്ങൾ പോയിന്റ് ആക്കിയിട്ട് ഒരു എക്സാമ്പിൾ ഇതാണ് എസ്സേ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് എന്ത് കൊടുക്കുക, യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹ്യൂമാനിസം, എന്നിട്ട് അതെന്താണെന്ന് എന്ത് ചെയ്യുക, പോയിന്റ് ആക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലൈവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹ്യൂമാനിസത്തിൽ എന്ത് ചെയ്യണം, ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യണം. യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹ്യൂമാനിസത്തിൽ എന്ത് ചെയ്യണം, ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഹിൻ്റാണ് ആർക്കിടെക്ചറിൽ എന്ത് ചെയ്യുക, ഈ പോയിന്റ് ആഡ് ചെയ്യുക. മൈക്കലാഞ്ചലോയെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ആർക്കിടെക്ചറിൽ ആഡ് ചെയ്യണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ്പിരേഷൻ ഓഫ് വിമൻ ചോദിച്ച 2 ആളുകളുടെ പേരുണ്ട്, കസാൻഡ്ര ഫെഡലും ഇസബെല്ലയും. അവരുടെ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്റേഴ്സിന് ലൈവ് നമ്മൾ ഈ 3 ദിവസങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. ആ ലൈവിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോന്നിൻ്റെയും ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആ ലൈവ് കാണാത്തതുണ്ടെങ്കിൽ അതൊന്ന് കാണാം, സെറ്റാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്റർ എസ്സേ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക, ഉഷാറായിട്ടും പഠിക്കുക, സൂപ്പറായിട്ടും പഠിക്കുക. അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് റിസൾട്ട് നേടിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും മക്കളെ ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും A+ കിട്ടട്ടെ, ഫുൾ മാർക്ക് തന്നെ കിട്ടട്ടെ. നന്നായി പഠിച്ച് നിങ്ങളുടെ ഒരു ബെസ്റ്റ് റിസൾട്ട് വരും. ഓൾ ദ ബെസ്റ്റ്.